ഹലോ ഹായ് വെൽക്കം ബാക്ക്. അങ്ങനെ മഞ്ഞുമേൽ ബോയ്സ് സിനിമ കണ്ടിരിക്കുകയാണ്. സിനിമ റിലീസായത് 22nd ഞാൻ കണ്ടത് സാറ്റർഡേ ആണ്. റിവ്യൂ ഇടാൻ വൈകി, സോ സോറി ഫോർ ദാറ്റ്. ഇനി സിനിമ കണ്ടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഗംഭീര സിനിമയാണ്. ഒരു ഫുൾ ത്രില്ലർ എലമെൻറ്റ്സ് ഒക്കെയുള്ള സിനിമയാണ്. അതായത് ഫ്രം ദി ബിഗിനിങ് ടിൽ ദി എൻഡ് നല്ലൊരു എൻഗേജിങ് ഉള്ള സിനിമയാണ്. ഒരു ബോറടി ആയിട്ടൊന്നും തോന്നിയിട്ട് നല്ലൊരു എൻഗേജിങ് ആയ ത്രില്ലറാണ്. ഒരു വെൽ മെയ്ഡ് സർവൈവൽ ത്രില്ലറാണ്. അതായത് ഡയറക്ഷനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ചിദംബരം ഒരു രക്ഷയില്ല, അടിപൊളി ഡയറക്ഷനാണ്. അതായത് അദ്ദേഹത്തിൻ്റെ മുമ്പത്തെ സിനിമ നോക്കിക്കഴിഞ്ഞാൽ ജാനേമൻ ഒരു ഫൺ എമോഷണൽ എൻ്റർടൈനറാണ്. പക്ഷേ ഇതൊരു എൻറ്റയർലി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സിനിമയാണ്. പിന്നെ ഈ സിനിമയുടെ കാസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. സൗബിൻ ഷെയർ, ഷീനാഥ് ബാസി, ബാലു വർഗീസ്, പിന്നെ ഡയറക്ടർ ഖാലിദ് റഹ്മാൻ, പിന്നെ ഗണപതി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ചിലരുടെ പേരൊക്കെ അറിയില്ല, അങ്ങനെ എന്നാലും ഒരുപാട് പേരുണ്ട്. എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയുടെ എടുത്ത് പറയുന്നത് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. കിഡ്ലനായിട്ട് ചെയ്തിട്ടുണ്ട്. ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ സൗബിൻ ഷെയർ സൂപ്പറായിട്ടുണ്ട് പെർഫോമൻസ്, ഒരു രക്ഷയില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടറിനെ കൊടുത്തിട്ട്. പിന്നെ ശ്രീനാഥ് ബാസി, അദ്ദേഹത്തിൻ്റെ ഒരു അടിപൊളി പെർഫോമൻസ് ആണ്. പിന്നെ ഈ സിനിമയിൽ കൊടൈക്കനാൽ ട്രിപ്പ് പോകുമ്പോൾ ഒരു വാൻ ഡ്രൈവറായിട്ട് വരുന്നു. ആ പുള്ളിൻ്റെ പേരാണ് ഖാലിദ് റഹ്മാൻ. പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ആ ഒരു സിംപ്ലിസിറ്റി സൂപ്പറായിട്ടുണ്ട്. അദ്ദേഹം ഒരു കാം ആൻഡ് ക്വയറ്റായ പേഴ്സണാണ്. ആ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ ക്യാരക്ടർ. പിന്നെ ബാക്കി ക്യാരക്ടറായിട്ട് വരുന്ന എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് കൊടുത്ത ക്യാരക്ടറിനെ നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമ ത്രൂ ഔട്ട് സംസാരിക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിനെ കുറിച്ചിട്ടാണ്. അത് നന്നായിട്ട് വന്നിട്ടുണ്ട് സിനിമയിൽ. സിനിമയുടെ ബോത്ത് ഫസ്റ്റ് ഹാഫ് ആൻഡ് സെക്കൻഡ് ഹാഫ് അടിപൊളിയായിട്ടുണ്ട്. ഇനി സിനിമേൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് തുടങ്ങിയിട്ട് ഒരു പോർഷൻ വരെ സിനിമ ഒരു നല്ല വൈബ് മോഡിന് ഒരു ടേൺ എടുക്കുന്നു. അതൊരു 1.5 ടേൺ ആയിരുന്നു. അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ത്രൂ ഔട്ട് അതേ ഒരു എൻഗേജിങ് മോഡിൽ തന്നെ സിനിമ പോയിട്ടുണ്ടായി. അതൊരു കിടിലനായിട്ടുണ്ടായി. പിന്നെ സിനിമ രണ്ടും ബോത്ത് ഫസ്റ്റ് ഹാഫ് ആൻഡ് സെക്കൻഡ് ഹാഫ് വരെ സൂപ്പറായിട്ടുണ്ടായി. ഒരു രക്ഷയില്ല, ഒരു ബോറായിട്ടൊന്നും തോന്നിയിട്ട് അടിപൊളിയായിട്ടുണ്ടായി ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് കൂടി. പിന്നെ ഇതിലൊരു ശ്രീനാഥ് ബാസി ആ വീഴുന്ന ഒരു സീനുണ്ട് ആ കൊക്കയിലോട്ട്, അത് അടിപൊളിയായിട്ടുണ്ടായി. ആ സീന് ഷോട്ട് എടുത്തിന് അടിപൊളിയായിട്ടുണ്ട്. സിനിമയുടെ മേക്കിങ്ങിനെ കുറിച്ചിട്ട് പറയുന്നത് നന്നായിട്ടുണ്ടായി. സിനിമാറ്റോഗ്രാഫി സിജു ഖാലിദാണ്, അടിപൊളിയായിട്ടുണ്ടായി സിനിമാറ്റോഗ്രാഫി. പിന്നെ ചില സർട്ടൻ ഫ്രെയിംസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ടായി. പിന്നെ എടുത്ത് പറയുന്നത് സുഷിൻ ശ്യാമിൻ്റെ ബീജം, പിന്നെ മ്യൂസിക് ഒന്നും മോനെ ഒരു രക്ഷയില്ല, കിഡിലെ മ്യൂസിക്കാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടി അടിപൊളിയായിട്ട് നല്ലൊരു എൻഗേജിങ് ഫീൽ തന്നുകൊണ്ടാണ്. പിന്നെ സൗണ്ട് ഡിസൈൻ കൂടി അടിപൊളിയായിട്ടുണ്ടായി സിനിമയിൽ. പിന്നെ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഫഹദ് ഫാസിലിൻ്റെ മലയൻ കുഞ്ഞ് സിനിമ കണ്ടത് ഒരു പോലെ ഫീൽ ആയതുകൊണ്ടായി. പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ലാൻഡ് സ്ലൈഡിനെ കുറിച്ചിട്ടാണ് സിനിമ സംസാരിക്കുന്നത്. ഇത് എൻറ്റയർലി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സിനിമയാണ്. ഫെബ്രുവരി ഒരു എപ്പിക് മന്ത്. അതായത് ഈ ഫെബ്രുവരി മന്തിൽ മലയാള സിനിമ റിലീസായ എല്ലാ സിനിമ നല്ലൊരു ഹിറ്റ് നേടിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പ്രേമലു ആയാലോ, ബ്രഹ്മയുഗ ആയാലോ, അന്വേഷിപ്പിന് കണ്ടെത്തും, ആൻഡ് ഈവൻ മഞ്ഞുമേൽ ബോയ്സ് എല്ലാം ഇൻഡസ്ട്രിയൽ ഹിറ്റ് നേടിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ ഒരുപാട് സിനിമ വരട്ടെ എന്ന്. പിന്നെ എന്നെ അടുത്തതായിട്ട് വരാൻ പോകുന്നത് മാർച്ചിൽ കൂടുതലായിട്ട് സിനിമ ഒന്നുമില്ല, പക്ഷേ തങ്കമണി റിലീസ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് നമ്മളെ രാജേട്ടൻ്റെ ആടുജീവിതം സിനിമ കൂടി വരാൻ പോവുകയാണ്. ഇത് മാർച്ച് 2 പിന്നെ മഞ്ഞുമേൽ ബോയ്സ് സിനിമ കാണാത്തവരാണ് പോയിട്ട് കണ്ടവർ ഒരു അടിപൊളി തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമയാണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ആക്കി എത്ര 1K സബ്സ്ക്രൈബറാണ്. സപ്പോർട്ട് ആക്കാൻ ഗൈസ്. അപ്പോൾ ബൈ. നിങ്ങൾക്കാതിരാഞ്ജലി നേരട്ടെ.